ഈ ആൻഡമാൻ ദ്വീപുകളിൽ ഇന്ത്യയുടെ വലിയൊരു സൈനിക സന്നാഹം വരുന്നുണ്ട്. ഇതിനെ രാജ്യസ്നേഹികളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ സോണിയാഗാന്ധി എതിർക്കുന്നു. എന്തായിരിക്കും കാരണം? അല്ല, സോണിയാഗാന്ധിക്ക് അങ്ങനെ ഇന്ത്യയോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ലല്ലോ. ഇന്ത്യക്കാരോട് പൊതുവേ അവർക്ക് വെറുപ്പാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അവർ ഈ പദ്ധതിക്കെതിരായിട്ട് ആരോ എഴുതി കൊടുത്തൊരു പത്രം ഒരു ലേഖനം അവരുടെ പേരിൽ പബ്ലിഷ് ചെയ്തു പത്രങ്ങളിലൊക്കെ. ആയമ്മയ്ക്ക് പേര് കൂടി, അവരുടെ സ്വന്തം പേര് കൂടി മര്യാദയ്ക്ക് എഴുതാൻ അറിയുമെന്ന് എനിക്കറിയില്ല. ഷീസ് എ റീഡർ, നോട്ട് എ ലീഡർ. ആൻഡ് ദാറ്റ് ടു ഇറ്റാലിയൻ ഭാഷയിൽ എഴുതി കൊടുത്താൽ വായിക്കും, അല്ലാണ്ട് എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. ആൻഡമാനിൽ എന്ത് പദ്ധതിയാണ് വരുന്നത്? ആൻഡമാനിൽ വന്നിരിക്കുന്ന പദ്ധതി അതൊരു വലിയ പദ്ധതിയാണ്. സൈനിക പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ സാമ്പത്തിക അതുപോലെ സൈനിക രംഗങ്ങളിൽ വൻ കുതിച്ചുചാട്ടം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതിയാണത്. ഒന്ന്, അവിടെ ആ പദ്ധതിയുടെ പേര് തന്നെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഗ്രേറ്റ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഒരു മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണ് അവിടെ വരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഇപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് കൂടുതലും 3 ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ പ്രോജക്ട്സിനെയാണ്. ദുബായ്, ദെൻ ശ്രീലങ്ക കൊളംബോ, ദെൻ ഒരെണ്ണം കൂടിയുണ്ട് സിംഗപ്പൂർ. ഈ 3 അപ്പോൾ ഇന്ത്യയിലേക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല. അപ്പോൾ കപ്പലുകൾ എന്നൊക്കെ പറയുന്നത് വലിയ സൂപ്പർ മെഗാ കണ്ടെയ്നേഴ്സാണ്. ഈ വലിയ കണ്ടെയ്നർ ആയിട്ടാണ് വരുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നത്. മദർഷിപ്പുകൾ അല്ലേ? അതെ, മദർഷിപ്പുകൾ. അതിന് ഈ മെയിൻ ഫീഡർ എന്ന് പറയും, അല്ലെങ്കിൽ മദർഷിപ്പുകൾ എന്ന് പറയും. ഈ മദർഷിപ്പുകളിൽ വരുന്ന ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വൻകിട കണ്ടെയ്നേഴ്സ് മുഴുവനും ഈ പറഞ്ഞ സിംഗപ്പൂരിലോ ദുബായിലോ കൊളംബോയിലോ അൺലോഡ് ചെയ്യും. അൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫീഡർ ലൈൻസ് ഉണ്ട്. ഈ ഫീഡർ ലൈൻസ് വഴിയാണ് ഈ പറഞ്ഞ നമ്മൾ ബോംബെയിലേക്കോ കൽക്കത്തയിലേക്കോ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ ചെന്നൈയിലേക്കോ തൂത്തുക്കുടിയിലേക്കോ മാംഗ്ലൂരിലേക്കുള്ള അത് കൊണ്ടുവരുന്നത്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന കണ്ടെയ്നേഴ്സിൽ മുഴുവനും ഈ പറഞ്ഞ പോലെ ഈ 3 സിംഗപ്പൂർ, ദുബായ് ആൻഡ് കൊളംബോ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ലോഡ് ചെയ്യണം പോകുന്നതൊക്കെ. എന്തുമാത്രം ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണിതെന്നറിയാമോ? 1970കളിൽ തന്നെ അന്നത്തെ ജനതാ പാർട്ടി ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോൾ അന്നത്തെ ഷിപ്പിംഗ് മന്ത്രാലയം സജസ്റ്റ് ചെയ്താണ് ഈ ഒരു പദ്ധതി. അപ്പോൾ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നിതി ആയോഗ് ഒരു അമേരിക്കൻ കമ്പനീൻ്റെ കൺസൾട്ടൻസായിട്ട് വെച്ച് ഉടനെ തന്നെ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു, ഇന്ന പോലെ പരിസ്ഥിതിക്ക് യാതൊരു കോട്ടം വരാത്ത രീതിയിൽ വേണം നിങ്ങളത് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പരിസ്ഥിതിക്ക് കോട്ടമൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ട്രൈബൽസ് താമസിക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ എന്താണ് പറയുന്നത്, ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് പ്രവേശനം പോലും ഇല്ല. അപ്പോൾ അതിനൊന്നും കോട്ടം ഉണ്ടാക്കാത്ത രീതിയിൽ മരങ്ങളോ അല്ലെങ്കിൽ മറ്റ് ചെടികളോ മൃഗങ്ങളോ പക്ഷികളോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് അവർ തയ്യാറാക്കി കൊടുത്തു. കുറച്ച് കണ്ടൽ കാടുകൾ, മാൻഗ്രോവ്സ് അത് വെട്ടിക്കളയേണ്ടി വരും. പക്ഷേ അതിന് പകരം അതിനൊരു ഓപ്ഷനുണ്ട്. നമ്മൾ കണ്ടൽക്കാട് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അത്ര വലിയൊന്നുമില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിന് പകരം നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ മതി. കണ്ടൽക്കാടുകൾ ഇപ്പോൾ വെച്ച് പിടിപ്പിക്കാമല്ലോ, എവിടെ വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം. തീരപ്രദേശങ്ങളിൽ എവിടെ വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കണ്ടമാനം ട്രാൻസ്ഷിപ്മെൻറ്റ് എന്താ പറയുക കണ്ടെയ്നേഴ്സ് അവിടെ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്യാനും ലോഡ് ചെയ്യാനും സാധിക്കും. ഇന്ത്യൻ കയറ്റുമതി ചെയ്യുന്നവർക്ക്, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നവർക്ക് മറ്റ് വിദേശ പോർട്ടുകളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ അടുക്കാനുള്ള സൗകര്യമായി അവിടെ. അപ്പോൾ അങ്ങനെ കണ്ടമാനം നമുക്ക് എന്താ പറയുക വിദേശ നാണ്യം സേവ് ചെയ്യാൻ പറ്റും. അത് മാത്രമോ, ഇപ്പോൾ എന്താ പറയുക ദുബായിൽ നിന്ന് ചൈനയിലേക്ക് ഒരു കപ്പൽ പോവുക, അപ്പോൾ അതിന് ഫ്യൂവൽ ചെയ്യണം, ബങ്കർ ചെയ്യണം. അപ്പോൾ അതിന് വന്ന് അവിടെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കെയർ ഓഫിൽ കുറേ ബിസിനസ് നടക്കും. അതെ. അപ്പം ഇതൊക്കെയാണ് ഗുണമുണ്ടാവും. അതുകൊണ്ട് ഗുണമുണ്ട്. ഇതാണ് സിവിലിയൻസിനുള്ള ഗുണം. കണ്ടമാനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക. അത് ഇപ്പം നേരിട്ട് പോർട്ട് ഇത്ര പേരെ ജോലിക്ക് കൊടുക്കുക എന്നുള്ളതല്ല. ജോലിക്ക് ഇതിൻ്റെ സബ്ലെറ്റ് ആയിട്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ജോലി വരിക. അത് കൂടാണ്ട്
ഈ പോർട്ടിൻ്റെ പ്രത്യേകത ഇന്ത്യൻ ഓഷ്യനിൽ നമുക്കൊരു വൻ സാന്നിധ്യം കിട്ടുകയാണ് ഭാരത മഹാസമുദ്രത്തിൽ. മലാക്ക സ്ട്രെയിറ്റ് അറിയില്ലേ? മലാക്ക. ഈ മലാക്ക സ്ട്രെയിറ്റ് വഴിയാണ് ലോകത്തിലെ കപ്പൽ ഗതാഗതത്തിൻ്റെ 40% കടന്നു പോകുന്നത് മുഴുവനും. അപ്പോൾ ഇന്ത്യക്കൊരു എന്താ പറയുക നിരീക്ഷണ പോയിന്റ് അവിടെ കിട്ടുകയാണ്. ആരൊക്കെയാണ് വരുന്നത് പോണത്, ഏതൊക്കെ കപ്പൽ ഏതുവഴി കടന്നു പോകണേ എന്നുള്ളത് ഇന്ത്യയുടെ റഡാറിൽ എപ്പോഴും പതിഞ്ഞിരിക്കും. അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും. തോന്നിയ പോലെ ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരാനോ അല്ലെങ്കിൽ ആയുധം കടത്താനൊന്നും പറ്റൂല. സൈനികമായിട്ട് വളരെയധികം എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റായിട്ട് മാറും അത്. പിന്നെ സുനിൽ അറിയൂ, ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് ഫോഴ്സസിൻ്റെ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് മാറും അത് എന്ന് പറഞ്ഞാൽ ആർമിയുടെയും നേവിയുടെ എയർഫോഴ്സിൻ്റെയും ആയുധ ശേഖരങ്ങളും പിന്നെ മറ്റ് പല സംവിധാനങ്ങളും അവർ പുറത്ത് പറയണില്ല. അത് അത്രയും അതൊക്കെ അവിടെ വരും. അതൊന്നാണ് ഈ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിൻ്റെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തത് അവിടെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് വരും. ആ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇന്തോനേഷ്യയിലേക്ക് പറക്കണേ എങ്ങനെയാണ്? ഇന്തോനേഷ്യയിലേക്ക് പറക്കുന്നതിന് ഇവിടുന്ന് കൊച്ചിയിൽ നിന്നോ മദ്രാസിൽ നിന്നോ വിമാനത്തിൽ കയറി സിംഗപ്പൂർ പോയി ഇറങ്ങും. അവിടുന്ന് വിമാനം മാറി കയറി ഇവിടെ പോകും, നമ്മുടെ ജക്കാർത്തയിൽ പോകും. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ വരുന്നിടത്ത് നിന്നും 25-30 നോട്ടിക്കൽ കിലോമീറ്റർ ദൂരെയാണ് സുമാത്ര ഐലൻഡ്. അപ്പോൾ ഇവിടുന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് പറന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ നിന്നും 20 മിനിറ്റ് കൊണ്ടോ 30 മിനിറ്റ് കൊണ്ടോ ഫ്ലൈ ചെയ്യാവുന്ന ദൂരമേ ഉള്ളൂ ഈ സുമാത്രയിലേക്ക്. ഇന്ത്യയും ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത രാജ്യങ്ങളാണ്. അങ്ങനെയാണ് പണ്ട് അവിടെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള നമ്മുടെ എന്താ പറയണ രാജരാജ ചോഴനോ അങ്ങനെയൊക്കെയുള്ള അവരൊക്കെ കച്ചവടവും നടത്തിയിരുന്നു. അവിടുത്തെ ജനങ്ങൾ ഇന്ത്യൻ ദേവതകളെയൊക്കെ ആരാധിക്കുന്നവരൊക്കെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണെങ്കിലും ഹിന്ദു പേരുകളാണ്. ബാലിദ്വീപ് 98% ഹിന്ദുക്കളാണ് ബാലിദ്വീപിൽ. പിന്നെ അത് മാത്രമല്ല, ഇന്തോനേഷ്യയുടെ ദേശീയ പക്ഷി എന്ന് പറയുന്നത് ഗരുഡയാണ്. അതാണ് അവരുടെ എയർലൈൻസിന്റെ. നേരത്തെ നോട്ടിൽ ഗണപതിയുടെ പടം ഉണ്ടായിരുന്നു. ഇപ്പം അടുത്ത കാലത്ത് അത് മാറ്റി. പിന്നെ അത് മാത്രമല്ല, സുരബായ എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട് അവിടെ ഇന്തോനേഷ്യയിൽ. ഈ സുരബായയിൽ ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ പള്ളി പണിതു, മോസ്ക് പണിതു. ഇത് 1980-കളിലൊക്കെയാണ് നടക്കുന്നത്. അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ ഈ മോസ്കിൻ്റെ ആൾക്കാർ പോയിട്ട് ആ മോസ്ക് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് വിളിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങളെങ്ങനെയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചപ്പോൾ, അല്ല മൗലവി വരും, ഖുർആൻ വായിക്കും, അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കും. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തണം. ഇത് നടന്ന സംഭവമാണ്. അവിടെ ഇന്തോനേഷ്യയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞാണ്. അവരപ്പോൾ അതിനിപ്പോൾ ആളെ ഇവിടുന്ന് അപ്പോൾ കേരളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമ്പൂതിരിമാരെ കൊണ്ടുവരണം, അവർ ചെയ്തോളൂ ഇവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള നമ്പൂതിരിമാർ, ഇന്തോനേഷ്യൻ ഇതുണ്ട്, എന്താ പറയുക, എംബസി ഉണ്ടല്ലോ ഡൽഹിയിൽ, അവർ മുഖാന്തരം ഈ നമ്പൂതിരിമാരെ ഇവിടുന്ന് കൊണ്ടുപോയി അവരവിടെ പോയിട്ട് ഈ ഭഗവതി സേവയും ഗണപതി ഹോമമൊക്കെ ചെയ്തിട്ടാണ്, അത് കഴിഞ്ഞിട്ടാണ് ഖുർആൻ വായിച്ചിട്ട് തുടങ്ങിയത്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് സുനിൽ. എനിക്കിത് പോകുന്നതാണോ പറഞ്ഞിട്ട് എനിക്കത് കേട്ടിട്ടേ നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. കേരളത്തിലുള്ളവർക്ക് ഇന്തോനേഷ്യയില് സുകർണോ എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. സുകർണോയെ കാണാനായിട്ട് നമ്മുടെ സ്വാമി രംഗനാഥാനന്ദജി, വിവേകാനന്ദ മറ്റേ രാമകൃഷ്ണ മിഷന്റെ ഹെഡ്, അദ്ദേഹം അന്ന് ഇന്തോനേഷ്യയിലെ ബ്രാഞ്ച് ഹെഡായിരുന്നു. അവിടെ പോയി 5 മിനിറ്റ് സമയം ചോദിച്ചു അദ്ദേഹത്തെ കാണാൻ. രാഷ്ട്ര തലവനല്ലേ. വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ സുകർണ പറഞ്ഞു ശരി 5 മിനിറ്റ് കാണാമെന്ന് പറഞ്ഞു. അവർ തമ്മിലുള്ള സംസാരം 1.5 മണിക്കൂർ നീണ്ടു നിന്നു. അപ്പോൾ സുകർണ പറയാണ്, സുകർണന് എന്തുകൊണ്ടാണ് ഈ പേര് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സുകർണയുടെ അച്ഛൻ മഹാഭാരതവും രാമായണവും ഒക്കെ സ്ഥിരം വായിക്കുമായിരുന്നു. മുസ്ലിമാണ് അവർ. പക്ഷേ തനിക്കൊരു മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട തോന്നിയ പേര് ഇതായിരുന്നു, കർണൻ എന്നുള്ള പേരുണ്ട്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള, എന്ത് ആദർശവാനും ധൈര്യവാനുമായിട്ടുള്ള ഒരു വ്യക്തി, അതായിരിക്കണം എൻ്റെ മകൻ. അങ്ങനെയാണ് കർണൻ എന്ന് പേരിട്ട്. സുകർണൻ എന്ന് പറയാൻ കാരണം എപ്പോഴും നന്മയുടെ കൂടെ നിൽക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം. സുകർണൻ
സുഗർണനാണല്ലേ? അതെ സുഗർണോ ഒന്നുമല്ല. സുഗർണോ, ഇറ്റ് ഇസ് സുഗർണോ. അവരുടെ ഭാഷയിൽ, സുഗർണോ. ഇന്തോനേഷ്യൻ ഭാഷയിൽ സുഗർണോ എന്നാണ്. ഓ. ഈ സുഗർണോ അവിടെ ഇന്തോനേഷ്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്നു. അദ്ദേഹം ഒരു വനത്തിൽ ഒളിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ചീഫ് ഡി മിഷൻ അല്ലെങ്കിൽ അത്ര മാൻ ഫ്രൈഡേ എന്ന് പറയുന്നത് നമ്മുടെ ബിജു പട്നായിക് ആയിരുന്നു, ഒറീസ മുഖ്യമന്ത്രിയൊക്കെ. അദ്ദേഹം പൈലറ്റാണ്, ക്വാളിഫൈഡ് പൈലറ്റാണ് അദ്ദേഹം. അപ്പോൾ സുഗർണോയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തിലേക്ക് പറക്കണം എന്നുണ്ടെങ്കിൽ, ശത്രുക്കളെ ദൃഷ്ടിയിൽ പെടാതെ പറക്കണം എന്നുണ്ടെങ്കിൽ ബിജു പട്നായിക്കാണ് വിമാനം ഓടിച്ചിരുന്നതെന്ന്. അപ്പോൾ ഈ സുഗർണോ വനത്തിൽ ഒളിവിൽ താമസിക്കും. ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഒക്കെ അദ്ദേഹത്തെ തേടി നടക്കുക, പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലുന്നുള്ള രീതിയിൽ. അന്ന് നല്ല ഒരു ടഫ് വാർ നടക്കുക അവിടെ. ആ സമയത്താണ് സുഗർണോയ്ക്ക് ഒരു മകൾ ജനിച്ചു എന്നുള്ള വാർത്തയുമായിട്ട് മെസ്സഞ്ചർ ഈ കാട്ടിലെത്തുന്നത്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അതിന് മുമ്പൊക്കെ ആൺകുട്ടികളാണ് ജനിച്ചത്, ഒരു പെൺകുട്ടി വേണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മെസ്സഞ്ചർ വന്ന് പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടി ജനിച്ചു, ഇന്ന പോലെ ഇന്ന ദിവസം ഇന്ന് ഇത്ര മണിക്കാണെന്ന് പറഞ്ഞു. വലിയ സന്തോഷം. മുമ്പ് ബിജു പട്നായിക്കിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു മകൾ ജനിച്ചു. അപ്പോൾ ബിജു പട്നായിക്ക് നല്ല കാര്യമാണല്ലോ, നല്ല വാർത്തയായി, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ബിജു ഇത് ഈ മകൾക്ക് ഞാൻ എന്ത് പേരിടും? അപ്പോൾ ബിജു പട്നായിക്ക് പുറത്ത് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര മഴ പെയ്യുക. നിങ്ങളൊരു കാര്യം ചെയ്യുക, അവൾക്ക് മേഘവതി എന്ന് പേരിടും. മഴ കൊണ്ടുവന്നവൾ മേഘവതി. അങ്ങനെയാണ് മേഘവതി എന്ന് ആ കുട്ടിക്ക് പേരിട്ടത്. അവർ വളർന്ന് പിന്നെ ഇന്തോനേഷ്യൻ പ്രസിഡന്റായി. സുഗർണോ മേഘവതി മേഘവതി സുഗർണോ പുത്രി എന്നാണ് അവരുടെ പേര്. സുഗർണോ പുത്രി എന്ന് പറയുന്നത് അവരുടെ സർനെയിം. മേഘവതി സുഗർണോ പുത്രി. അവർ മുസ്ലിം ആയിട്ടാണ് വളർന്നതെങ്കിലും അവരെ പേരൊക്കെ റിട്ടേൺ ചെയ്ത്. അവരുടെ അനിയത്തി മുസ്ലിം ആയിരുന്നെങ്കിൽ അവർ 10,000-15,000 പേരോടുകൂടി ചേർന്ന് ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. ആരും നിർബന്ധിച്ച ഉള്ള മതപരിവർത്തനമൊന്നും അല്ലായിരുന്നു കേട്ടോ. അവർ സ്വയം അവർക്ക് മനസ്സിലായി അവരുടെ റൂട്ട്സ് ഹിന്ദു മതത്തിലാണെന്ന് മനസ്സിലായി. പിന്നെ വേറെ ഒന്നുകൂടിയുണ്ട്, ഇന്തോനേഷ്യയിൽ ഒരു കുടുംബത്തിൽ ഒരു മകൻ ജനിച്ചാൽ ആ പേര്, അയാളുടെ പേര് മുഹമ്മദ് എന്നായിരിക്കും. രണ്ടാമത്തെ മകൻ്റെ പേരെന്താണെന്നറിയാം? ലക്ഷ്മണൻ. കാരണം അച്ഛനും അമ്മയും ആവശ്യപ്പെടുന്ന അവരുടെ ആഗ്രഹം എന്താ വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ മകൻ മൂത്ത മകൻ്റെ കൂടെ അവൻ പറയണ പോലെ ഉണ്ടാവണം എന്നുണ്ട്. നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ ഇത് ഒന്ന് ഈ കണ്ടെയ്നർ ടെർമിനൽ, പിന്നെ ഒന്ന് എയർപോർട്ട്. ഞാൻ ഈ ഇന്തോനേഷ്യയും പിന്നെ ഇതുമായിട്ടുള്ള ഇത് പറഞ്ഞതാണ്. പിന്നെ 3 ഒരു 400 മെഗാവാട്ടിന്റെ സോളാർ പ്ലസ് ഗ്യാസ് പവർ സ്റ്റേഷൻ വരുന്നുണ്ട് അവിടെ. 4ാമത് 2 എന്താണ് പറയുന്നത് ടൗൺഷിപ്പ് വരുന്നുണ്ട്. ഇത്രയാണ് പിന്നെ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് 160 ഹെക്ടർ ഭൂമി എങ്ങാണ്ടായിട്ടാണ്, 160-170 ഹെക്ടർ ഭൂമിയാണ് ഇത് ഏറ്റെടുക്കുന്നത്. അപ്പം ഇത് മറ്റേ നമ്മുടെ ഈ സോണിയാഗാന്ധി പറഞ്ഞത് അവിടുത്തെ ട്രൈബൽസിനെയും നേറ്റീവ്സിനെയൊക്കെ ബാധിക്കുന്നത്. കാരണം അവർക്ക് ഈ ട്രൈബൽസിനെയും നേറ്റീവ്സിനെയാണല്ലോ മതപരിവർത്തനം നടത്താൻ സാധിക്കും, എളുപ്പമാണല്ലോ. അപ്പോൾ അത് തന്നെ ഈ നമ്മുടെ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിനെതിരെ സമരം നടത്തിയത് അതുകൊണ്ടല്ലേ, മതപരിവർത്തനം. ഉദയകുമാർ അവൻ കള്ളൻ, അവൻ നമ്പർ 1 കള്ളനല്ലേ അവൻ. അവനിവിടെ കടലിൽ ഇറങ്ങി സമരം, അതൊക്കെ തട്ടിപ്പായിരുന്നു. അവനൊരു വക അറിയാൻ പാടില്ലായിരുന്നില്ല. ഞാൻ അയാളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അയാളോട് ചോദിച്ചല്ല, നിങ്ങൾ ഈ കൂടംകുളം പദ്ധതിക്ക് എത്ര ഏക്കർ ഭൂമി ഏറ്റെടുക്കുക? അതൊന്നും എനിക്കറിയാം, നിങ്ങൾ പോയി എഴുതുക എത്ര വേണ്ടെന്ന് വെച്ചാൽ. ഇങ്ങനെ മറുപടി പറഞ്ഞു. അപ്പൊ ഈ മതപരിവർത്തന അവിടുത്തെ ലോക്കൽ പള്ളിയിൽ നിന്നായിരുന്നു എല്ലാ സമരം നടത്തിയിരുന്നത്. അവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തിയിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. എല്ലാ ആളുകളും മുഴുവൻ റേഡിയേഷൻ കൊണ്ട് കരിഞ്ഞു പോകും, കടലിൽ മീനില്ലാതാവും. ഇപ്പം കൂടംകുളം വന്നതിന് ശേഷം മീനും ഉണ്ട്, കരിഞ്ഞു പോകാനും ഇല്ല. ഇപ്പൊ ആരും മിണ്ടല്ലോ. ഇപ്പൊ പണ്ടൊരു ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, പീപ്പിൾസ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ന്യൂക്ലിയർ എനർജി. അതിന്റെ നേതാവായിരുന്നു ഇവൻ ഈ ഉദയകുമാർ. ഇപ്പൊ അതുമില്ല, ഒന്നുമില്ല. ഇപ്പൊ പീപ്പിൾസ് മൂവ്മെന്റ് പോലും ഇല്ല. ഇപ്പൊ ഉദയകുമാറിനെ കാണാനുമില്ല, അവർ അസ്തമിച്ചു പോയി. അതിനിടയ്ക്ക് മൂപ്പര് ആം ആദ്മി പാർട്ടിയിലൊക്കെ ജോയിൻ ചെയ്ത് ചൊവ്വയില്ല, പച്ച പിടിച്ചില്ല മൂപ്പര്. എനിവേ അതങ്ങനെ ടൗൺഷിപ്പ് അതൊരു വലിയ ഡെവലപ്മെൻറ്റ് ഇതായിട്ട് മാറും. എന്ന് വെച്ചാൽ അതൊരു വലിയ മെട്രോപൊളിസോ അതല്ലെങ്കിൽ ബോംബെനെ പോലെയോ കൊച്ചിനെ പോലെയോ ആവുന്ന സ്ഥലമല്ല. ഡെവലപ്മെൻറ്റ് ഉണ്ടാവും അവിടെ. അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ ജനസംഖ്യ വളരെ കുറവാണ്, വളരെ കുറവാണ് ജനസംഖ്യ. ഈ ട്രൈബൽസ് താമസിക്കുന്ന സ്ഥലത്തേക്ക് യാതൊരു കാരണവശാലും ഇതിന് ഇവിടെ നിന്നും എന്താ പറയുക ഒരു ഫുട് പ്രിൻ്റ് എത്തണില്ല. ട്രൈബൽസിനെ ഒരു പ്രകാരത്തിലും ബാധിക്കില്ല. പക്ഷേ എന്ത് ഡെവലപ്മെൻറ്റ് പദ്ധതിയായിട്ട് വന്നു കഴിഞ്ഞാലും ഇവർ മുടക്കാനായിട്ട് ഈ സോണിയാഗാന്ധിനെ പോലെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അവരുടെ കാലത്ത് നടക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അവർ ഭരിച്ചിരുന്ന കാലത്ത്. പണ്ട് നമുക്കറിയില്ലേ, ഈ
നമ്മുടെ ഗുജറാത്തിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് സ്ഥലത്ത് ഒരു നദിയുണ്ട്, ഒരു ഫേമസ് നദിയുണ്ട്. അതിൻ്റെ പദ്ധതിക്ക് എതിരായിട്ട് ഏറ്റവും കൂടുതൽ സമരം നടത്തിയിരുന്നത് മേധാ പട്കറും അരുന്ധതി റോയും കൂടി ചേർന്നിട്ടാണ്. അത് നർമ്മദ ആന്തോളൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഇന്ന് ഗുജറാത്തിലെ സൗരാഷ്ട്രയും അതുപോലെ മറ്റ് പ്രദേശങ്ങളെല്ലാം തന്നെ ഒരു എവർഗ്രീൻ ഗാർഡൻ ആയിട്ട് മാറി. കാരണം മരുഭൂമി എന്നുള്ളതൊക്കെ പോയി വെള്ളം കിട്ടുന്നുണ്ട്. ഈ നർമ്മദ നദിയിൽ നിന്നുള്ള വെള്ളമൊക്കെ അവിടേക്ക് പമ്പ് ചെയ്ത് അവിടെ നല്ല കൃഷി നടക്കുന്നുണ്ട്, കുടിവെള്ളം കിട്ടുന്നുണ്ട്. അതൊരു സ്ഥിരം പച്ചപ്പുള്ള സ്ഥലമായിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ ഈ കോൺട്രാക്റ്റ് എടുത്തിരുന്ന ഒരു കമ്പനിക്കാർ കിർലോസ്കർ ആണ്. അപ്പോൾ ഒരു എക്സിബിഷനിൽ വെച്ചിട്ട് ഞാനൊരു കിർലോസ്കറിൻ്റെ മാനേജറെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ, നിങ്ങൾ വരൂ, എന്താണ് സൗരാഷ്ട്രയിൽ ഒന്ന് നിങ്ങൾ കാണും, നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് എഴുതണം. ഇവിടെ ഇരുന്ന് ഞങ്ങൾ പറയണ കേട്ടിട്ട് നിങ്ങൾ ഒന്നും എഴുതണം, നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞങ്ങൾ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ അതേപോലെയാണ് ഇത്. ഇന്ത്യ ഒരു കാലത്തും നന്നാവരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഈ പറയുന്ന സ്ത്രീ ഉൾപ്പെടെ. അവർ ഇതിന് വേണ്ടിയിട്ട് ഇത് മുടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നിട്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. കഴിഞ്ഞ ദിവസം ഈ കേസ് വലിച്ചു പറിച്ച് ചുരുട്ടി കൂട്ടി ജഡ്ജി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഹൈ പവർ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ, അതായത് ഉന്നത വിദഗ്ധ സമിതിയുടെ ഇതെല്ലാം കേട്ടു, അവർ പറയണ ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. കോറൽ റീഫ്സ്, അതുപോലെ അവിടെയുള്ള മത്സ്യങ്ങൾ ഇതെല്ലാം നശിച്ചു പോകും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതൊന്നുമില്ല, അതൊക്കെ വേണ്ട രീതിയിൽ അവർ ചെയ്തോളും, നിങ്ങൾ ഇത് ഇടങ്കോലിടാൻ വരണ്ട എന്ന് പറഞ്ഞു. ആൻഡമാൻ വളരെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ്. അവിടെ നമ്മുടെ സൈനിക കേന്ദ്രം 3 സേനകളുടെയും വലിയ തോതിലുള്ള സാന്നിധ്യം, പ്രത്യേകിച്ച് ചൈന ഈ കടലിലാകെ ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുമ്പോൾ, ചെയിൻ ഓഫ് പേൾസ്, എന്താണ് മുത്തു ഒരു മാല പോലെ ഇന്ത്യയെ വളയം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പോർട്ടുകളുടെ ഒരു നെറ്റ്വർക്ക്, ശ്രീലങ്ക, ഹമ്പൻ തൊട്ട മാൽദീവ്സ് ഇങ്ങനെ ചുറ്റും ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും വേണ്ടേ? അതിൻ്റെ പുറത്താണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി വന്നത്. അത് എത്രയോ നാളത്തെ പഠനത്തിന് ശേഷമാണ് അവർ ഈ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോയിരിക്കണേന്ന് അറിയാമോ? അതുമാത്രമല്ല, 3 സൈന്യങ്ങളുടെ കമാൻഡ് സ്ട്രക്ചർ. പിന്നെ അത് നോക്കൂ, എത്രമാത്രം മയക്കുമരുന്ന് കേസുകളാണ് ഇന്ത്യൻ ഓഷനിൽ നിന്ന്, അറേബ്യൻ സീയിൽ നിന്ന്, ബേ ഓഫ് ബംഗാളിൽ നിന്ന് പിടിക്കുന്നത്. അവിടെ എത്തിപ്പെടാനായിട്ട് ആൾക്കാർക്കില്ല. പിന്നെ ഇനിയിപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ വ്യോമ നിരീക്ഷണ വിമാനങ്ങളുണ്ട്, പോസ്റ്റ്ഡോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ നേവിയുടെ വിമാനമുണ്ട്, റിക്കണൈസൻസ് റെക്കി നടത്താൻ പോകുന്ന വിമാനങ്ങൾ. അത് വെച്ചിട്ട് അവർക്ക് ഈ കടൽ മുഴുവൻ നിരീക്ഷിക്കാൻ സാധിക്കും. ഞാൻ ഇന്നലെ രാത്രി ഇന്ത്യൻ നാവികസേനയിലെ ഒരു പ്രമുഖ നാവികനായിരുന്നു ക്യാപ്റ്റൻ ഹരിഹരൻ ബാലകൃഷ്ണനായിട്ട് സംസാരിച്ചു ഇതിനെക്കുറിച്ച്. ഞങ്ങൾ ബൈ ചാൻസ് ഇങ്ങനെ സംസാരിച്ചു വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഇത് ഈ പദ്ധതി കൊണ്ട് എന്താ നേട്ടം? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ടെറിഫിക്കലി ബെനിഫിഷ്യൽ എന്നാണ് പറഞ്ഞത്. ഇത് കൂടുതൽ എന്താ വേണ്ട ഒരാളുടെ അടുത്ത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻവയോൺമെൻറ്റ് ഇക്കോളജി, വാട്ട് എൻവയോൺമെൻറ്റ്, വാട്ട് എക്കോളജി, നത്തിങ്, ഒരു വക നടക്കാൻ പോകുന്നു. ഇറ്റ്സ് ഗോയിങ് ടു ബി എന്താ പറയുക, വെരി പീപ്പിൾ ഫ്രണ്ട്ലി, വെരി ഇക്കോ ഫ്രണ്ട്ലി എവരിത്തിങ്. ഈ ഇന്ത്യൻ നേവിയോ ആർമിയോ എയർഫോഴ്സോ ഒക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ വളരെ കെയർഫുള്ളായിട്ടേ അത് ചെയ്യുള്ളൂ. അതല്ലാതെ ഈ പ്രൊജക്റ്റ് കൊണ്ട് നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ഗവൺമെൻറ്. സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്ര തന്ത്രപ്രധാനപരമായ ഒരു പദ്ധതി വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. അവർ ഇല്ലാതാക്കാനാണ് നോക്കണം ആ പദ്ധതി ഒരു കാലത്ത്. നല്ല കാര്യമായി ചൈനയിലോട്ട് ചൈനീസ് അതിർത്തിയിൽ റോഡ് പണിയാൻ മടിയുള്ള രാജ്യരക്ഷാ മന്ത്രി 8 വർഷം രാജ്യരക്ഷാ മന്ത്രിയായിരുന്ന ഒരു കുഞ്ഞിരാമനാണ് പറയുന്നത്, നമ്മുടെ കയ്യിൽ കാശില്ല, അത് മാത്രമല്ല കാശുണ്ടെങ്കിൽ റോഡ് പണിതാൽ ചൈനക്കാർ ഇങ്ങോട്ട് വരുന്നു. ബോധം കെട്ട് വീണ മലയാളിയല്ലേ അത് ചോദിച്ചുകൊണ്ട് പോയത്. ഏതായാലും രസകരമായൊരു കാര്യം, നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യത്തില്ല. നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ നാഷണൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്തു. കാരണം വലിയൊരു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയൊരു പദ്ധതി വരുമ്പോൾ സോണിയാഗാന്ധി അവിടുത്തെ പുഴുക്കൾക്കും പഴുതാരയ്ക്കും പുൽച്ചെടിക്കും കേടുവരും എന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതും. അതുകൊണ്ട് സൈനിക പദ്ധതി വേണ്ട എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ. ലക്ഷദ്വീപിൽ സൈനികമൊന്നും പാടില്ല, ലക്ഷദ്വീപ് തൊടാൻ പാടില്ല കേട്ടോ. അയ്യോ, ഈ പറഞ്ഞ ആൻഡമാനിൽ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയണ്ടേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം ക്രൂയിസ് കപ്പലുകൾ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഈ ലക്ഷറി കപ്പലുകളുണ്ടല്ലോ, അവർക്കൊക്കെ അവിടെ സ്കൂബ ഡൈവിങ്, അതുപോലെ വാട്ടർ സ്പോർട്സ്, ഇതിനൊക്കെയുള്ള സംവിധാനം ഉണ്ട് അവിടെ. അതുവഴിക്ക് എത്ര പേരെ ആകർഷിക്കാമെന്നറിയാം.
ഈ സ്ത്രീ ഇവിടെ ഒരു വകയും സമ്മതിക്കില്ല. അവർ എനിക്ക് തോന്നുന്നു ഈ മറ്റേ ആ പടം ഓർമ്മയല്ലേ, ഈ പപ്പും ചൈനക്കാരും കൂടി ഒപ്പിടുന്നുണ്ട് അതെ, അതെ, അഗ്രിമെന്റ്. കരാർ അപ്പൊ MOU ഇങ്ങനെയുള്ള അതെ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓർ സംതിങ്, അവരായിട്ട് അഗ്രിമെന്റ് ഉണ്ട്, ഇവിടെ ഒന്നും വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ അതെ അതിൻ്റെ ഭാഗമായിരിക്കും. ഏതായാലും രാഹുൽ ഗാന്ധി വെറുതെ അല്ല ഇങ്ങനെ ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന. അമ്മ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. അമ്മയും മകനും മരുമോനും വരെ മേടിച്ചിരിക്കണമെന്നാണ് പറയണത് അച്ചാരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.